സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇരുൾ അനാർക്കി. സോ കഴിഞ്ഞ അടുത്ത എപ്പിസോഡിൽ നമ്മളാണെങ്കിൽ ഒരു വില്ലേജർ ബ്രീഡറിൻ്റെ താര സെറ്റാക്കിയായിരുന്നു. സോ വില്ലേജർ വന്നോ, ചെറിയൊരു വില്ലേജ് കുട്ടിയുടെ സൗണ്ട് ഞാൻ കേട്ടു. സോ അത് താരയ്ക്ക് വന്നോ? അത് ഒരു സൗണ്ട് കേട്ടു ഇല്ലല്ലോ. പിന്നെ അതെന്ത് ചെയ്യേ? ഒരു സൗണ്ട് കേട്ടു, എനിക്ക് വന്ന് ഇപ്പം ആയ ഉള്ളായിരിക്കും കുട്ടി. സോ അതേണ്ട പോയി ഇതേണ്ട പോയി. അപ്പം വർക്കാവുന്നുണ്ട്. ദേണ്ട നിൽക്കുന്ന കുട്ടി ഇടാം. ഇങ്ങോട്ട് നോക്കടാ. ഒരു പട്ടി മൈൻഡ് ചെയ്യുന്നില്ല. സോ നമ്മളിവിടെ ചെറിയ കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്ന ക്യാരറ്റ് മൊത്തം എടുത്ത് ഞാൻ ആ വില്ലേജറിന് തന്നെ കൊടുക്കുവാണ്. കാരണം നമുക്ക് ക്യാരറ്റ് വെച്ച് അത്രയും ഗുണമില്ല, ട്രേഡ് മാത്രമേ ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതങ്ങ് എടുത്ത് കണ്ട് ഇവിടെ നിന്ന് ഇട്ട് കൊടുക്കുവാണ്. മരിക്ക് വിടാം. വേണ്ട, ഇവിടെ നിന്ന് അങ്ങ് എടുത്ത് ഇട്ട് കൊടുക്കുവാണ്. സോ അതങ്ങനെ തന്നെ ആയിക്കോളും, വേറെ വിഷയമില്ല. സോ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് വേറെ 2 വില്ലേജറെ സെറ്റാക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബ്രീഡർ നല്ല സ്ലോ ആയിട്ടാണ് വർക്കാകുന്നത്. സോ അതൊന്നാമത്തെ കാര്യം, ഞാൻ ഇതിൻ്റെ സെർവറിൽ കയറാറില്ല, അത് വേറെ കാര്യം. സോ നമുക്കാണെങ്കിൽ ഇന്ന് 2 വില്ലേജറെ സെറ്റാക്കണം. ഒന്ന് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഡയമണ്ടേജ് ഒക്കെ അൺലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഇപ്പം സുഖമായിട്ട് ട്രേഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമ്മുടെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഡയമണ്ടേജ് ആയതുകൊണ്ട് നമുക്കൊരു 3 ഡയമണ്ട് ഒപ്പിക്കണം. സോ നമ്മൾ കഴിഞ്ഞ തവണത്തെ എപ്പിസോഡിൽ തന്നെ ഒരു 5-6 ഡയമണ്ട് കണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് ഡയമണ്ട് ഒപ്പിക്കണം പിക്കാക്സ് സെറ്റാക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കൊരു 3 ഡയമണ്ടിൻ്റെ ആവശ്യം വരും. ഇതേണ്ട നിൽക്കുന്നു വേട്ടവളയന്മാർ, ഇങ്ങോട്ട് വരാം. ഇതിനകത്ത് ഈ സോഡിനാണ് ആക്സിനാണ് ഡാമേജ് കൂടുതൽ. ആക്സിനാണ്. ചാക് ഇവന്മാർ ചാകുന്നില്ല. ഒരുത്തൻ ചത്തു, നീയും ചത്തു. ഓക്കെ. സോ അതേണ്ട ഡയമണ്ട് ഇരിക്കുന്നു. 3 എണ്ണം മാത്രമേ പൊട്ടിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഫോർച്യൂൺ 3 ഒക്കെ സെറ്റാകുമ്പോൾ എടുത്തങ്ങ് കാച്ചാം, വേറെ വിഷയമില്ല. സോ ഇതങ്ങ് എടുത്തേക്കാം. സോ നമുക്ക് ഇനി നേരെ കയറാം. സോ ഇത് വെച്ച് നമുക്കാണെങ്കിൽ ഈ ഒരു ഡയമണ്ട് പിക്കാക്സ് അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഫൈനലി. സോ അതിന് ശേഷം ഞാനൊരു ചെറിയൊരു സിമ്പിൾ ഷുഗർ കെയിൻ ഫാം സെറ്റാക്കി. സോ അതിൻ്റെ ക്ലിപ്പാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു 20 ബ്ലോക്ക് അങ്ങ് കുഴിക്കാം. കാരണം എന്നിട്ട് 20 ബാമ്പു മൊട്ട ഷുഗർ കെയിൻ ഇവിടെ നട്ടു വെക്കാതായിരിക്കും നല്ലത്. ഒന്നും കാണത്തില്ലല്ലോ. സോ എനിക്ക് തോന്നുന്ന 20 എണ്ണം ആയെന്നാണ് തോന്നുന്നത്, ഞാൻ എണ്ണാൻ പോയൊന്നുമില്ല. സോ ഇനി മേളും കൂടെ കുത്തി എടുക്കേണ്ട വരും. സോ ഇതും കൂടെ അങ്ങ് പൊട്ടിച്ചേക്കാം. ഓക്കെ. സോ ഞാനിപ്പോൾ ഒരു 3x3 ഒരു സൈസിലുള്ള ഒരു ഹോളിലാണ് ഞാൻ റൂം ഉണ്ടാക്കിയേക്കുന്നത്. സോ ഇത്ര മതി, ധാരാളം. സോ ഇനി നമുക്ക് ഇവിടെ നിന്നും കൂടെ 2 എണ്ണം കുഴിക്കണം. കാരണം നമുക്ക് ഡേർട്ടും വെക്കണം, പിന്നെ കുറച്ച് വാട്ടറും വെക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് 2 കുഴിച്ച് അങ്ങ് അറ്റം വരെ പോകണം. ഓക്കെ, ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കും. സോ ഈ കുകയും കൂടെ നയിക്കട്ടെ. സോ ഇവിടെ കുറച്ച് കോളൊക്കെ ഉണ്ടായിരുന്നു, അത് കൊത്തിയെടുക്കാൻ വേണ്ടി വന്നതാണ്. സോ നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഡേർട്ട് വെക്കണം. സോ ഡേർട്ട് കയ്യിലുണ്ടോയെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്തൊന്നുമില്ല. ഇതിൻ്റെ അകത്തുണ്ട്, കുഴപ്പമില്ല. ഈ കുറച്ച് ഡേർട്ടും കൂടെ വെച്ച് നമ്മുടെ ഫാമിൻ്റെ മുക്കാലും കഴിയും. എന്നിട്ട് വാട്ടറും കൂടെ ഒഴിച്ച് സെറ്റാക്കിയാൽ മതി. സോ ഓക്കെ, ഫുള്ള് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഷുഗർ കെയിൻ വെക്കാം. വാട്ടർ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. സോ ഇത് വെച്ച് എത്ര ഉണ്ട്? 19 എണ്ണം വെച്ചിട്ടുണ്ട്. ഒന്നിൻ്റെയും കൂടെ കുറവുണ്ട്. സോ നമുക്ക് ഈ അറ്റത്ത് വല്ല പണിയാം, അതോ അപ്പുറത്തെ അറ്റത്ത് പണിയാൻ മതിയോ? ഞാൻ ഈ സൈഡിലേക്കാണ് പണിയുന്നത്. കാരണം എന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിലേക്ക് നീട്ടുവാണെങ്കിൽ വൃത്തികേടാകും. അതുകൊണ്ട് ഇങ്ങോട്ട് വെക്കുവാണ്. പക്ഷേ സ്റ്റോണല്ല. സോ ഇതും കൂടെ വെച്ച് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഇത് പയ്യെ വളർന്നോളൂ. ഓക്കെ, ഇവൻ ഇത്രയും നേരമായിട്ടും വളർന്നിട്ടില്ല. അടിപൊളി. സോ ഇത് ഭയങ്കര സ്ലോ ആണ്. എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. സോ നമുക്ക് ഇനി നമ്മുടെ വില്ലേജേഴ്സിനെ ഒപ്പിക്കാൻ പോകണം. 2 വില്ലേജേഴ്സിനെ ഒപ്പിക്കാൻ വേണ്ടി നമ്മുടെ പഴയ വില്ലേജിലേക്ക് പോകണം. ഞാനിപ്പം പുറത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ബേസിൻ്റെ. സോ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഈ ഒരു വശത്തേക്കാണെന്നാണ് തോന്നുന്നത്. ഞാൻ ചെറുതായിട്ട് വരി തെറ്റിയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ സ്ഥലമൊന്നും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. സോ വരി തെറ്റിയെന്നാണ് തോന്നുന്നത്. സോ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ വില്ലേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ദേണ്ട അവിടെ ഒരു സ്കെൽട്ടനൊക്കെ നിൽക്കുന്നു. സോ അതേണ്ട വില്ലേജിൻ്റെ മേള് കണ്ടു, കൂര കണ്ടു. സോ ദേണ്ട നിൽക്കുന്നു വില്ലേജ്. സോ ഹീറോ ഓഫ് ദ വില്ലേജ്. ചിലവരൊക്കെ ഇപ്പോഴേ റെയ്ഡൊക്കെ നടത്തി. സോ നമുക്കും ഒറ്റയടിക്ക് റെയ്ഡ് നടത്താം. നമ്മൾ ഔട്ട് പോസ്റ്റൊക്കെ കണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. സോ വേണ്ട നിൽക്കുന്നു ക്യാരറ്റ്, ഇതൊക്കെ ഇങ്ങ് എടുത്തുകൊണ്ട് പോയേക്കാം. കാരണം അവിടുത്തെ വില്ലേജസിന് കൊടുക്കാം. സോ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈ വില്ലേജ് ഉണ്ടോ തപ്പണം. സോ വേണ്ട ഒരു വില്ലേജർ ഇരിക്കുന്നു. സോ എനിക്ക് തോന്നുന്നത് ഇവിടെ ബോട്ട് വെച്ചിട്ട് ഈ ബെട്ടങ്ങ് പൊട്ടിച്ചാൽ മതി. അതെ. സോ ഓക്കെ, ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ടോ? ഇല്ല. അടിപൊളി. വേണ്ട ഒരു ക്രീപ്പർ വരുന്നുണ്ട്. പട
സോ ഗെയിം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രാഷ് ആയിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ 2 വില്ലേജസിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ട് പോരുന്ന വരിക്കാണ് ഞാൻ ഈ സൈഡിലായിട്ട് ഒരു റൂയിൻഡ് പോർട്ടൽ കണ്ടത്. സോ നമ്മൾ നേരത്തെ ഡയമണ്ട് പിക്കേഴ്സ് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള ലാവേനെ മൊത്തം ഞാൻ വാട്ടർ ഉപയോഗിച്ച് ഒബ്സീഡിയൻ ആക്കി. അതുകൊണ്ട് നമുക്കാണെങ്കിൽ ഒബ്സീഡിയൻ കളക്ട് ചെയ്ത് നമുക്ക് നേരെ വീട്ടിൽ ചെന്ന് നമുക്കൊരു നെതർ പോർട്ടൽ സെറ്റാക്കി നെതറിൽ കയറാം. സോ എനിക്ക് വയ്യ പ്രഡിഷൻ. സോ ഞാനാണെങ്കിൽ നമ്മുടെ വില്ലേജസിന് 2 എണ്ണത്തിന് നേരെ താഴേക്ക് ആക്കിയിട്ടുണ്ട് ലാഡർ വരി. സോ നമ്മൾ ഈ സൈഡൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. സോ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വില്ലേജർ വളർന്നിട്ടുമുണ്ട്, പിന്നെ ഒരു പുത്തൻ വില്ലേജർ വന്നിട്ടുണ്ട്. അത് ജംഗിൾ ടൈപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും അത് കൊള്ളാം. സോ അതവിടെ ഇരിക്കട്ടെ. സോ നമുക്കാണെങ്കിൽ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇത് വലിയതായിട്ട് വളർന്നിട്ടില്ല. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സൈഡിലായിട്ട് തന്നെ നമ്മുടെ പോർട്ടൽ ഫസ്റ്റ് അങ്ങ് പണിയാം. സോ അതെവിടെ വന്ന് വീഴുന്ന ആർക്കറിയാം. ചാറ്റ് ഞാനാണെങ്കിൽ ഇവിടെ ഫ്ലെച്ചർ വെച്ച് ഏതെങ്കിലും വിധത്തിൽ ജോലി എടുക്കുമെന്ന് നോക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ഇവൻ സ്റ്റിക്ക് കൊടുത്ത് എമറാൾഡ് കിട്ടുന്നുണ്ട്, അടിപൊളി. സോ ഇഷ്ടംപടി സ്റ്റിക്ക് ആക്കിയിട്ടുണ്ട്. സോ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് സെറ്റ്, അടിപൊളി. പേടിക്കണ്ട പേടിക്കണ്ട, വീണ്ടും ചെറുതായിട്ടൊന്ന് ക്രാഷ് ആയതാണ്, വേറെ വിഷയമൊന്നുമില്ല. സോ നമുക്ക് ബാക്കി ഇവൻ്റെ അങ്ങ് ട്രേഡ് ചെയ്തേക്കാം. സോ ഇത്രയും ട്രേഡ് എത്ര കിട്ടുമെന്ന് ആർക്കറിയാം. ഓക്കെ, അവൻ ട്രേഡ് മൊത്തം ഇത് തീർത്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ബാക്കിയുള്ള സംഭവം എല്ലാം കയറ്റി വെച്ചേക്കാം. 16 എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. സോ ഫ്ലിൻറ്റ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നേരെ വന്ന് കത്തിച്ചേക്കാം. ഓക്കെ, ഇനി നമുക്ക് നെതറിലേക്ക് കാണാം. സോ നേരെ കയറുമല്ലേ. ഓ, ചിലവരൊക്കെ നേരെ കയറി ഫോർട്രസി വരെ എത്തിയിട്ടുണ്ട്. സോ നല്ലൊരു സ്ഥലത്തെത്തണേ. സോ ഓക്കെ, ഏതൊരു പാതാളത്ത് വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോർട്ടൽ മാറ്റിയാണ്. സോ ഇവിടെ ഇപ്പം ഒന്നും കാണത്തില്ല, അതുകൊണ്ട് നമ്മുടെ റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടേണ്ടി വരും. സോ അത് കൂട്ടാം. സോ ഇതിനകത്ത് നോക്കി 2-ലായിരുന്നു അല്ലേ ഞാൻ ഇത്ര ഇട്ടുകൊണ്ടിരുന്നത്, വെറുതെ അല്ല. നമുക്കൊരു 8-ൽ ഇട്ടേക്കാം. ഒരു മെയിൻ്റെനൻസ്. പക്ഷേ 9 8 വാ. ഓക്കെ, 8 വന്നിട്ടുണ്ട്, അപ്ലൈ കൊടുത്തിട്ടുണ്ട്. സോ മിക്കവാറും ഗെയിം വീണ്ടും ക്രാഷ് ആകുമായിരിക്കും. സോ ഓക്കെ, ഫോട്ടോസിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, ചെറിയ ലാഗുണ്ട്, അടിപൊളി. സോ ക്രാഷായി, അടിപൊളി. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.